പ്രൈസ് യേശുവ. ഏകസത്യദൈവമായ യേശുവായുടെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ദൈവനാമത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് അറിയുകയും ആ നാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ പ്രാധാന്യത്തിന് അനുസരണമായ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ആ നാമത്തിന് കൊണ്ടുവരികയും ചെയ്യേണ്ടത് എക്കാലത്തെയും അനിവാര്യതയാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1700 വർഷങ്ങളോളം മറച്ചു വയ്ക്കപ്പെട്ട ഒരു നാമം അത് പുനഃസ്ഥാപിക്കപ്പെടുക അല്ലെങ്കിൽ പുനരുദ്ധരിക്കപ്പെടുക, അതുമല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കെല്ലാം അത് എന്താണെന്ന് ഗ്രഹിക്കാനുള്ള അവസരമുണ്ടാക്കുക. ഇത് പ്രവചനങ്ങളുടെയും യേശുവായുടെ വചനത്തിൻ്റെയും പൂർത്തീകരണമാണ്. യേശുവ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരിലൂടെ ഇത് അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്ത്യകാലത്ത് ഈ നാമം പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. പുനഃസ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അതിന് ഒരു സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണല്ലോ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് പ്രാധാന്യം ഉണ്ടാവുക. അതുതന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. യേശുവായുടെ ഒരു വചനം നമുക്ക് ആദ്യം പരിശോധിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു പോകുന്നതായിരിക്കും നല്ലത്. യേശുവായുടെ വാക്കുകൾ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു, അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. ഈ വചനം നാം വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലാണ്. തുടർന്ന് ഈ വചനം ഇതുതന്നെ യേശുവ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ആവർത്തിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്: അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ് ഇപ്രകാരം നാം വായിക്കുന്നത്. എന്താണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്? യേശുവ പറയുകയാണ്, അവിടുത്തെ നാമം, അങ്ങയുടെ നാമം എന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമം അവരെ ഞാൻ അറിയിച്ചു. ആരെ? അപ്പസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അപ്പസ്തോലന്മാർക്കാണ് ഈ നാമം വെളിപ്പെടുത്തി കൊടുത്തത്. ആ നാമം അവരെ അറിയിക്കുകയും ആ അറിയിച്ച നാമത്തെക്കുറിച്ച് വീണ്ടും അവിടെ പറയുകയാണ്, അവസാനമായിട്ട് പറയുകയാണ്, ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. ഇനിയും അത് അറിയിക്കും എന്ന് പറഞ്ഞാൽ, ഒന്നറിയിച്ചു, അതിനുശേഷം ഇനിയും അറിയിക്കും എന്ന് പറഞ്ഞാൽ ഈ അറിവിൽ നിന്ന് ഇവർ അകന്നു പോയതിന് ശേഷം വീണ്ടും ഒരു അറിയിപ്പ് നൽകുക എന്നുള്ളതാണ് എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമല്ല ഈ വചനത്തിൻ്റെ ഭാഗം പറയുന്നത്. അപ്പസ്തോലന്മാരെ അറിയിച്ചു, അതിനുശേഷം കാലാന്തരത്തിൽ ഇതിൻ്റെ ഈ നാമം വിസ്മൃതിയിലാകപ്പെടുകയും വീണ്ടും ഈ നാമം ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതറിയണമെങ്കിൽ ഈ അധ്യായത്തിലെ തന്നെ 20-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: അവർക്ക് വേണ്ടി മാത്രമല്ല,
അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. യേശു അവിടെ പ്രാർത്ഥിച്ചത് അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. പകരം അപ്പസ്തോലന്മാരിൽ നിന്ന് അറിവ് ലഭിക്കുന്ന യേശുവയുടെ വചനം സ്വീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അത് വരും തലമുറകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് എന്ന് യേശു അവിടെ വ്യക്തമാക്കി. അപ്പോൾ യേശുവ യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് എന്ന് അവിടെ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, അത് ഈ ശിഷ്യന്മാർ മൂലം ശിഷ്യഗണത്തിലേക്ക്, ശിഷ്യ സമൂഹത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന വരും തലമുറകളിൽപ്പെടുന്ന വ്യക്തികൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് ഇവിടെ വ്യക്തമാണ്. അത് വെച്ച് നമ്മൾ 26-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു എന്ന് പരിശോധിക്കുമ്പോൾ, അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു, അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. ഇനിയും ഞാൻ അറിയിക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം. ഇപ്പോൾ എന്നെപ്പോലെയുള്ള അനേകം ദൈവദാസന്മാരെ ഈ ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. യേശുവായുടെ നാമം അറിയിക്കുവാനും ആ അറിവിൽ നിലനിൽക്കുവാനും അതിലൂടെ സുരക്ഷിതരായിരിക്കുവാനും വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണിത്. കാരണം ദൈവത്തെ അവിടുത്തെ നാമത്തിൽ വിളിക്കുമ്പോൾ മാത്രമാണ് അവിടുന്ന് കേൾക്കുന്നത്. അവിടുത്തെ നാമമല്ലാതെ അന്യദേവന്മാരുടെ നാമത്തിൽ വിളിച്ചാൽ നമ്മുടെ ദൈവം വിളി കേൾക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യം വരാം. ഈ വിസ്മൃതിയിലാക്കപ്പെട്ട 1700 വർഷക്കാലം യേശുവയുടെ നാമം മാറ്റം ചെയ്യപ്പെട്ടത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ഈ നമ്മളുടെ പഠനത്തിൻ്റെ മുന്നോട്ടുള്ള സമയങ്ങളിൽ നമുക്കത് മനസ്സിലാക്കി പഠിക്കാൻ കഴിയും. എന്നാൽ ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ച ഒരു ഇതാണ്. 300 വർഷം തികഞ്ഞിട്ടില്ല, ഒരു 3-ാം നൂറ്റാണ്ടെന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ സംഭവിച്ചതാണ് ഈ പേരുമാറ്റവും ചില വചനവിരുദ്ധമായ ആശയങ്ങളുടെ കടന്നുകയറ്റവും. ഇത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. നമ്മൾ ത്രിത്വത്തെക്കുറിച്ച് ഇതിനു മുമ്പ് പഠിച്ചപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഈ യേശുവയുടെ നാമത്തെക്കുറിച്ച് തന്നെ പഠിക്കാമെന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ്. കാരണം ഇത് രണ്ടും ഒരേ സമയത്ത് സഭയിൽ സംഭവിച്ച ഒരു ദുരന്തമാണ്. ക്രൈസ്തവ സമൂഹങ്ങളിൽ, ആദിമ ക്രൈസ്തവ സഭയിൽ, അതായത് ഇന്ന് പോലെ വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള സഭയിൽ, ഒരുമിച്ച് നിന്നിരുന്ന സഭയിൽ സംഭവിച്ച വലിയൊരു ദുരന്തമാണ് ഈ ത്രിത്വവാദവും യേശുവയുടെ നാമം എടുത്ത് നീക്കം ചെയ്യപ്പെട്ട സംഭവം. അത് രണ്ടും ഒരു വ്യക്തിയുടെ കീഴിൽ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച വലിയൊരു ദുരന്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ത്രിത്വത്തെ തുടർന്ന് ഈ യേശുവയുടെ നാമം പഠിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നതിൻ്റെ കാരണം. ഇനി നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്ന വിധം അന്ത്യകാലഘട്ടത്തിൽ ഒരു മാറ്റം ഉണ്ടാകും എന്നത് നമ്മളുടെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇതിൻ്റെ വ്യക്തമായ ഒരു സൂചന തന്നാൽ, എങ്ങനെ ഈ നാമം വിസ്മൃതിയിൽ ആകപ്പെടുന്നു? അതിന് ഹെബ്രായ ഭാഷയുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഹെബ്രായ ഭാഷ AD 700 ഇസ്രായേലിൻ്റെ മണ്ണിൽ നിന്ന് യഹൂദരും ഇസ്രായേൽക്കാരും തൂത്തെറിയപ്പെടുന്ന, എന്നേക്കുമായും സകല ജനതകളുടെ ഇടയിലേക്ക് ചിതറിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ ചിതറിപ്പിക്കപ്പെടൽ, അതായത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉടനീളം ഒരുപാട് ചിതറിക്കപ്പെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ ചിതറിക്കപ്പെടൽ ഉണ്ടായത് AD 700-ലാണ്. AD 70-ലാണ്. 70-ൽ സംഭവിച്ച ഈ ചിതറിക്കപ്പെടലോടെ ഈ ഭാഷ തന്നെ, ഹെബ്രായ ഭാഷ തന്നെ ഈ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ക്രിസ്തീയതയുടെ വരവിന് ശേഷം ഈ 3-ാം നൂറ്റാണ്ടിൽ ഹെബ്രായ ഭാഷയെ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നതിനെക്കുറിച്ചുള്ളത് നമുക്ക് വരും സമയങ്ങളിൽ മനസ്സിലാക്കാം. അങ്ങനെ ഹെബ്രായ ഭാഷ ഇല്ലാതാവുക എന്നുള്ള ഒരു അവസ്ഥയുണ്ടായതിന് കാരണം, ഇവർ ചിതറിപ്പാർത്ത പ്രദേശങ്ങളിൽ ഇവർ ഭയപ്പെട്ട ഒരു കാര്യമുണ്ട്.
ഹെബ്രായ ഭാഷ സംസാരിക്കുമ്പോൾ ജനം തിരിച്ചറിയുകയും ഇവർ ആക്രമിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ള ആ ചിന്ത മൂലം ഹെബ്രായ ഭാഷ സംസാരിക്കാൻ അവർ ഭയപ്പെട്ടു. ഇനി യേശുവയുടെയും യാഹ്വേയുടെയൊക്കെ നാമം എടുത്തു മാറ്റിയതിന് കാരണം ഈ യഹൂദർ ആണ് എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അത് തങ്ങളുടെ തന്നെ പ്രവൃത്തി ദോഷത്തെ ന്യായീകരിക്കാൻ വേണ്ടി ചില കുൽസിത വ്യക്തിത്വങ്ങൾ നടത്തുന്ന ശ്രമം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. കാരണം യഹൂദർ ഒരിക്കലും ആ പേര് മാറ്റിയിട്ടില്ല. എന്നാൽ ഈ മുൻകാലങ്ങളിൽ യേശുവയുടെ കാലത്തൊന്നും ആ പേരിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന യാഹ്വേ എന്ന നാമത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതിനുശേഷം ഇവർ പല രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയപ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക്, റഷ്യയുടെ ആ പ്രദേശങ്ങളിൽ, കിഴക്കൻ യൂറോപ്യൻ മേഖലകളിലേക്ക്, ഇന്ത്യയിലടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഇവർ ചിതറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് ആ സ്ഥലങ്ങളിൽ ഇവർക്ക് മതപീഡനത്തെ ഭയന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന യഹൂദരുടെ ഐഡൻറ്റിറ്റി ഹെബ്രായ ഭാഷയും അവർ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ നാമവുമായിരുന്നു അവരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി. ആ രണ്ട് ഐഡൻറ്റിറ്റിയും അവർ മറച്ചു വയ്ക്കാനായിട്ട് നിർബന്ധിതരായി. യാഹ്വേ എന്ന നാമം വിളിച്ചപേക്ഷിക്കുന്നതിന് അവർ ഭയപ്പെട്ടത് യാഹ്വയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനുള്ള ഭയമായിരുന്നില്ല. പലരും പറയുന്നത് പോലെ ആ നാമത്തിൻ്റെ പരിശുദ്ധി അവർ കണ്ടതുകൊണ്ട് അതിനെ വിളിക്കാൻ പോലും അവർ ഭയന്നു എന്നുള്ളതല്ല സത്യം. ഇവർ അത് വിളിച്ചപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇവരെ മറ്റുള്ളവർ തിരിച്ചറിയുമോ, അതുവഴി ഇവർ പീഡിപ്പിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇവർ ഈ നാമം വിളിക്കുന്നതിന് പകരം അഡോനായി എന്ന, അതായത് നാഥൻ എന്ന് അർത്ഥമുള്ള പദം ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ദൈവം എന്ന് പൊതുവെ പറയപ്പെടുന്ന പേരുകൾക്ക് അവർ ഉപയോഗിച്ചു. അതിന് പേരല്ല, അത് ദൈവം എന്നുള്ളത് ഒരു പേരല്ല, അതൊരു പദവിയാണ്. അപ്പം ഹെബ്രായ ഭാഷയിൽ അത് ഏൽ എന്നാണ് ആ ദൈവം എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോഴേക്കും നമുക്ക് ആ വിഷയം സംസാരിക്കാം. അപ്പോൾ അങ്ങനെ അവർ ചിതറിക്കപ്പെട്ട ഈ പ്രദേശങ്ങളിൽ ഇവർ ഈ പേര് പറയാൻ ഭയപ്പെട്ടത് ഇവരെ തിരിച്ചറിയുമെന്നുള്ള ഭയം കൊണ്ടാണ്. അതുപോലെ തന്നെ ഹെബ്രായ ഭാഷ സംസാരിക്കാനായിട്ട് ഇവർ മടിച്ചത് ഹെബ്രായ ഭാഷ സംസാരിക്കുന്നതിലൂടെ ഇവരെ യഹൂദരാണെന്ന് തിരിച്ചറിയുമെന്നുള്ള ഭയം കൊണ്ടായിരുന്നു. അപ്പോൾ അവർ പോയ പ്രദേശങ്ങളിലൊക്കെ ഒരു സങ്കര ഭാഷകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട യൂറോപ്പിലെ ഒരു ഭാഷയാണ് ഇഡ്ഡിഷ് എന്ന് പറഞ്ഞ ഭാഷ. അത് ഹെബ്രായ ഭാഷയുമായിട്ട് ലയിച്ച് സ്പാനിഷും അങ്ങനെ പല പല ഭാഷകളിൽ വന്ന് അവർ അങ്ങനെ ഭാഷ ഒരു സങ്കര ഭാഷകൾ ഉണ്ടായി. ആ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യതയോട് കൂടിയിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഈ ഭാഷ ഇല്ലായ്മ ചെയ്യപ്പെട്ടത് ഇവർ ഭയം കൊണ്ടാണ്. ഇവർ ഭൗതികമായി, ശാരീരികമായി, ഇവരുടെ സാമുദായികപരമായി അല്ലെങ്കിൽ വംശീയമായി ആക്രമിക്കപ്പെടുമോ എന്ന ഭയം കൊണ്ട് ഇവർ മനഃപൂർവ്വം പറയാതിരുന്നു. അങ്ങനെ കാലാന്തരത്തിൽ അതിൻ്റെ സാധ്യത ഇല്ലാതായി, ആ ഭാഷ തന്നെ ഇല്ലാതായി. അങ്ങനെ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ ഒക്കെ അടക്കം സകലരും പറഞ്ഞു ഈ ഭാഷ ഇനി തിരിച്ചു വരില്ല, ഈ ഭാഷ മടങ്ങി വരില്ല എന്ന് ലോകം വിധി എഴുതി. ലോകത്തെ ഏറ്റവും വൈജ്ഞാനിക ഗ്രന്ഥം എന്നൊക്കെ പറയപ്പെടുന്ന ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ അടക്കം സകല ശാസ്ത്രലോകവും ശാസ്ത്രജ്ഞന്മാരും ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന സകല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടു ഈ ഭാഷ ഇനി ഒരിക്കലും മടങ്ങി വരില്ല. എന്നാൽ ഇന്നത്തെ സംഭവങ്ങൾ നമുക്കറിയാം. ഇന്ന് ഈ ഭാഷ മടങ്ങി വന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിൽ ചെല്ലുന്നവർക്ക് ഈ ഭാഷയല്ലാതെ അവിടെ ഇംഗ്ലീഷിൽ പോലും അവിടെ ഒരു ബോർഡ് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഭാഷ അത്രത്തോളം തിരിച്ചു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവചനമാണ്. ഈ ഭാഷയുടെ മടങ്ങിവരവിനെക്കുറിച്ചും മാത്രവുമല്ല ഈ ഭാഷയിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതിനെക്കുറിച്ചും ഇവർ എന്തൊക്കെയാണ് മാറ്റിവെച്ചത്. ഒന്ന്, ഭാഷ പറയാൻ ഭയപ്പെട്ട് മാറി നിന്നു.
രണ്ട്, ഈ ഭാഷയിൽ ഇവർ വിളിക്കുന്ന യഥാർത്ഥത്തിൽ ഇവരുടെ നാമത്തിന് പരിഭാഷയില്ലാത്തതുകൊണ്ട് ആ ദൈവത്തെ വിളിക്കാൻ പോലും, ആ ദൈവത്തിൻ്റെ പേര് വിളിക്കാൻ പോലും ഭയന്ന് നിന്നിരുന്ന ഇവർ ആ നാമം വിളിച്ചപേക്ഷിക്കാൻ തക്ക വിധം ആ ഭാഷയ്ക്ക് പുനർസൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും എന്ന് പ്രവചനങ്ങൾ വ്യക്തമാക്കിയത് നമുക്കൊന്ന് വായിക്കാം. പ്രവചനം ശ്രദ്ധിക്കുക. യാഹ്വയുടെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. സെഫാനിയ പ്രവചനം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ഇത് വളരെ ഗൗരവമായിട്ട് നാം കാണണം. യാഹ്വയുടെ നാമം വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ, അതായത് വിവിധമായ രീതിയിലോ വിവിധമായ ഭാഷകളിലോ വിളിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരുന്ന അവസ്ഥകളിൽ നിന്നെല്ലാം മാറി ഏക മനസ്സോടെ ഒരുമിച്ച് ചേർന്ന് നിന്ന് അവിടുത്തെ ഏകനാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന വിധം അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. അന്ന് അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലല്ല എന്ന് തന്നെയാണ് വിവക്ഷ. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ അശുദ്ധി കടന്നു വന്നു? അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാനായിട്ട് കൽപ്പിച്ച ആ കൽപ്പനയിൽ നിന്ന് മാറി എന്തൊക്കെയോ ശബ്ദം കേൾപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി വരുത്തി തീർത്ത ഈ കാലഘട്ടങ്ങളിലൂടെ അധരങ്ങളെ കെട്ടപ്പെട്ട ഈ അശുദ്ധി അത് നീക്കം ചെയ്യപ്പെടുകയും അത് ശുദ്ധീകരിക്കപ്പെടുകയും അതുവഴി ദൈവത്തിൻ്റെ സത്യനാമം അത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നാണ് ഇവിടെ സെഫാനിയ പ്രവാചകനിലൂടെ വ്യക്തമാക്കിയത്. ഇനി നമുക്ക് ഈ ഒരു പ്രവചനം മതി. എന്നിരുന്നാലും ഇതുമായി ചേർത്ത്, അതായത് ബ്രിട്ടാനിക്ക എൻസൈക്ലോപ്പീഡിയൊക്കെ പറഞ്ഞ ആ പണ്ഡിത ഭാഷ്യങ്ങളെ തച്ച് തകർക്കുന്ന പ്രവചനങ്ങൾ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനം 19-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതും കൂടി ഇതിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ വിശ്വാസത്തെ ഒരല്പം കൂടി ദൃഢപ്പെടുത്തുമെന്നതുകൊണ്ട് അത് വായിക്കാം. അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ യാഹ്വയോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ 5 പട്ടണങ്ങൾ ഈജിപ്തിൽ ഉണ്ടായിരിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 19-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ഈജിപ്തിൽ പോലും, ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ 2 രാജ്യങ്ങളാണുള്ളത്. ആ 2 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് ഈജിപ്ത്, മറ്റൊരു രാജ്യം ജോർദാൻ. ഈ 2 രാജ്യങ്ങളല്ലാതെ മറ്റ് രാജ്യങ്ങളൊന്നും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഈജിപ്തിൽ പോലും 5 പട്ടണങ്ങൾ കാനാൻ ഭാഷ എന്ന് പറയുന്നത് ഹെബ്രായ ഭാഷയുടെ മറ്റൊരു വിശേഷണമാണ്. അപ്പോൾ കാനാൻ ഭാഷ സംസാരിക്കുന്നവരായ ജനങ്ങളുള്ള 5 പട്ടണങ്ങൾ പോലും ആ കാലഘട്ടമാകുമ്പോഴേക്കും സ്ഥാപിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഹെബ്രായ ഭാഷ സംസാരിക്കുന്ന 5 പട്ടണങ്ങൾ ഈജിപ്തിൽ പോലും ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിൻ്റെ എത്രത്തോളം പ്രാബല്യമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ബലം അത്രയേ ഉള്ളൂ. ഈ ലോകത്തിൻ്റെ പണ്ഡിതന്മാരും വിജ്ഞാനികളെന്ന് പറയപ്പെടുന്നവരും പറഞ്ഞു വെച്ച വിധി എഴുതിയ ആ വിധികളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് എന്നാണെന്ന് നമുക്കറിയാം. അത് ഇസ്രായേൽ സ്ഥാപിതമായ ആ സമയത്ത് തന്നെ. അതിനെ ഇസ്രായേൽ പുനഃസ്ഥാപിച്ചതിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളിലേക്കോ വിശദാംശങ്ങളിലേക്കോ കടന്നു പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ യേശുവ അവിടെ പറഞ്ഞത് അന്ന് ഇനിയും ഞാൻ അവരെ അറിയിക്കും, ഇനിയും ഞാൻ ആ നാമം അറിയിക്കുമെന്ന് പറഞ്ഞാൽ ആ നാമം വിസ്മൃതിയിലാക്കപ്പെടുകയോ
ചവിട്ടിമെതിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, മറച്ചു വെച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുതന്നെയാണ് സത്യവും. അങ്ങനെ മറച്ചു വയ്ക്കപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് ആണ് നമുക്കിനി പരിശോധിക്കേണ്ടത്. ഇവിടെ പരിശോധിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു, തൊട്ടടുത്ത തലമുറ വന്നു, അതിൻ്റെ അടുത്ത തലമുറയിലായപ്പോഴേക്കും തന്നെ ഇങ്ങനെ ഒരു മാറ്റിമറിക്കൽ സംഭവിച്ചു കഴിഞ്ഞു. അത് സംഭവിച്ചത് AD 313 മിലാൻ വിളംബരത്തിലൂടെ ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കോൺസ്റ്റന്റൈൻ ഒന്നാമൻ എന്ന് പറയുന്ന രാജാവ്. ആ ചക്രവർത്തി ക്രിസ്തു മതത്തിന് മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് AD 313 അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഡയോക്ലീഷ്യസ് ചക്രവർത്തിമാരൊക്കെ ക്രിസ്തുമതത്തെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുമതം അതിശക്തമായി വന്നു എന്ന് കോൺസ്റ്റന്റൈൻ തിരിച്ചറിഞ്ഞു. കോൺസ്റ്റന്റൈൻ മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് നടന്ന ഓരോ സംഭവങ്ങളും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എന്തായിരുന്നു ഈ മതസ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പിന്നിലെ അജണ്ട എന്ന് മനസ്സിലാക്കാം. ഈ മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം സഭയെ ഈ വ്യക്തി ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അന്ന് ഉണ്ടായിരുന്ന സഭ ആചാര്യന്മാർ, ഇവർ ഒരു പൗരസ്ത്യ ദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, തുർക്കിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത്, തുർക്കിയിലാണ്. അപ്പം ആ ഇത് കേന്ദ്രീകരിച്ചാണ് ഈ സംഭവവികാസങ്ങളെല്ലാം നടന്നത്. ഇയാൾ യേശുവായുടെ നാമത്തെയും ദൈവനാമത്തെയും എല്ലാം മാറ്റി എന്ന് മാത്രമല്ല, ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയും പറഞ്ഞപ്പോൾ കൂടുതൽ വട്ടം ആവർത്തിച്ച ഒരു സൂനഹദോസിൻ്റെ കഥയുണ്ട്. നിക്കിയ സൂനഹദോസ് എന്ന് പറയുന്ന ഒരു സൂനഹദോസ്. അത് നിക്കിയ സൂനഹദോസ് എന്ന് മാത്രമല്ല അത് അറിയപ്പെടുന്നത് നമുക്കറിയാം. അപ്പം ആ സൂനഹദോസിൻ്റെ നൈസിയ സൂനഹദോസ് എന്നും നിക്കിയ സൂനഹദോസ് എന്നും അറിയപ്പെടുന്ന ഈ സൂനഹദോസിൽ എന്താണ് സംഭവിച്ചത്? അതാരാണ് വിളിച്ചു ചേർത്തത്? അത് വിളിച്ചു ചേർത്തത് ഈ പറയുന്ന കോൺസ്റ്റന്റൈൻ ഒന്നാമൻ രാജാവ് ആണ് വിളിച്ചു ചേർത്തത്. കോൺസ്റ്റന്റൈൻ ഒന്നാമൻ രാജാവ് ഈ സൂനഹദോസ് വിളിച്ചു ചേർത്തപ്പോൾ അത് ഇയാളുടെ ആശ്രിത വത്സരലും ഇയാളുടെ അനുയായികളും സിൽബന്ധികളുമായ കുറേ ആളുകളെ ചേർത്താണ്. അയാൾ വലിയ ബുദ്ധിജീവികളും പണ്ഡിതന്മാരുമായി ഇയാൾ പരിഗണിച്ചിരിക്കുന്ന കുറേ ആളുകളെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ സൂനഹദോസ് വിളിക്കുകയും 20 കാനോനുകൾ സ്ഥാപിക്കുകയും ചെയ്തത്. 20 കാനോൻ നിയമങ്ങൾ അവിടെ സ്ഥാപിച്ചു. ത്രിത്വത്തെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിന് നിരക്കാത്തതും അപ്പസ്തോലന്മാർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തതുമായ ചില സിദ്ധാന്തങ്ങളുമായി വന്ന് ദൈവജനത്തെ വഞ്ചിച്ചു. രാജാവിൻ്റെ വിളംബരപ്രകാരം വിളിച്ചു ചേർത്ത രാജാവിൻ്റെ സ്തുതിപാഠകരെല്ലാം ചേർന്നുകൊണ്ട് നിർമ്മിച്ച രാജാവിൻ്റെ കൊട്ടാരത്തിലെ വിദൂഷകരും പണ്ഡിതരും ഇവരെല്ലാം ചേർന്നുകൊണ്ട് സംഘടിപ്പിച്ച ഈ കൗശലത്തിന് ക്രൈസ്തവരെ ഇരയാക്കാൻ കഴിഞ്ഞു എന്നത് വളരെയധികം ഗൗരവത്തോടെ നാം കാണണം. അതിൻ്റെ കാരണം 3 വിഭാഗങ്ങളാണ് അന്ന് അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്നത്. ഒന്ന്, ബാബിലോണിയൻ സാമ്രാജ്യത്തിന് കീഴിലുണ്ടായിരുന്നവർ, ബാബിലോൺ ഇറാഖ് പ്രദേശങ്ങളിലുള്ള കൽദായ ദേശം എന്ന് നമ്മൾ പറയുന്ന കൽദായ ദേശത്തുണ്ടായിരുന്നവർ. പിന്നെ അസീറിയൻ വംശജരായ സിറിയ ആ പ്രദേശങ്ങളിലുണ്ടായിരുന്നവർ, ഗ്രീക്കുകാർ. ഈ 3 വിഭാഗങ്ങളായ വിജാതീയരിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച് കടന്നു വന്ന ആളുകളായിരുന്നു ഈ ബൈസന്റൈൻ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇറ്റലിയെ ആക്രമിക്കുകയും അത് പിടിച്ചടക്കുകയും അങ്ങനെ ഇതെല്ലാ സാമ്രാജ്യവും ഇയാളുടെ കീഴിലാക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. മിലാനിലും ഒക്കെ പിടിച്ചടക്കിയതൊക്കെ ഉള്ളതും ഇയാളുടെ കീഴിലാക്കിയത് ചരിത്രമുണ്ട്. എന്നാൽ ഈ യഹൂദരിൽ നിന്നും ഇസ്രായേൽക്കാരിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചവരെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടിരുന്നു. ഈ അസീറിയ, ബാബിലോണിയൻ, ഗ്രീക്ക് സംസ്കാരത്തിന് വിട്ട് ബാക്കിയുള്ളവരെല്ലാം വിവിധ ദേശങ്ങളിൽ,
സ്പെയിൻ അടക്കമുള്ള സകല പ്രദേശങ്ങളിലേക്കും ചിതറിക്കപ്പെട്ട ജനതയാണ് യഹൂദ ജനത ക്രിസ്തുമതം സ്വീകരിച്ചത്. യഹൂദ ജനതയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവരെയും ചക്രവർത്തിയുടെ കീഴിലായപ്പോഴേക്കും അവരെയും അവരുടെ പാട്ടിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കോൺസ്റ്റന്റൈൻ്റെ കൗശലം. ഇവിടെ വളരെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചരിത്രമുണ്ട്. ഇവർ ത്രിത്വം ഉണ്ടാക്കിയപ്പോൾ, നമ്മളൊക്കെ ഇപ്പോൾ ത്രിത്വത്തിൻ്റെ ചിത്രം കാണാറുണ്ട്. ത്രിത്വത്തിൻ്റെ ചിത്രം ഒക്കെ വരയ്ക്കുക എന്ന് പറയുന്നത് അത്രമാത്രം സാഹസമാണ് അവർ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം ഈ ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വേയുടെ മുഖം എന്നും പറഞ്ഞുകൊണ്ട് വരച്ച ഒരു വൃദ്ധൻ്റെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം പരിശോധിച്ചാൽ ഇപ്പോൾ നമ്മുടെ നിലവിൽ പല പള്ളികളിലും വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പലരുടെയും ഫേസ്ബുക്കിൽ അതുപോലെ വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസായിട്ടും അതുപോലെ പ്രൊഫൈൽ പിക്ചറായിട്ടും ഒക്കെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ആ പടുവൃദ്ധൻ്റെ ആ ചിത്രവും BC 1500 സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിമയും തമ്മിൽ വളരെ വലിയ സാമ്യമുണ്ട്. അത് ആ പ്രതിമയുടെ ചിത്രം അതേപടി വരച്ചു വച്ചേക്കുന്നതല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതാരുടെ പ്രതിമയാണ്, അതാരുടെ പ്രതിമയാണെന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ കൗശലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺസ്റ്റന്റൈൻ, ആ പ്രതിമയുടെ ചിത്രമൊക്കെ നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ്, കിട്ടും. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചു തരികയും ചെയ്യും. അപ്പോൾ ഈ ചിത്രം, ഈ കോൺസ്റ്റന്റൈൻ നിർമ്മിച്ച ത്രിത്വത്തിലെ പിതാവിന് വേണ്ടി വരച്ച ചിത്രം ഈ പറയുന്ന പ്രതിമയുടെ ചിത്രമാണെങ്കിൽ ഈ പ്രതിമ ആരുടെ പ്രതിമയായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ കൗശലം മനസ്സിലാകുന്നത്. അതാണ് കോൺസ്റ്റന്റൈൻ അവരുടെ പരമ്പരാഗതമായി വിശ്വസിച്ചുകൊണ്ടിരുന്ന ദൈവം, സൂര്യദേവൻ എന്ന് പറയുന്ന സിയൂസ് എന്ന ദേവൻ്റെ ചിത്രമാണിത്. സിയൂസിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ചരിത്രപ്രധാനമായ മാർബിൾ പ്രതിമയാണ്. അത് സ്ഥാപിക്കപ്പെട്ടത് BC 500, ക്രിസ്തുവിനും 1500 വർഷം മുമ്പ് BC 1500 നിർമ്മിച്ചതാണ്. മാർബിൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമ. ആ പ്രതിമയുടെ അതേ രൂപത്തിൽ അത് ഛായാചിത്രമായിട്ട് വരച്ചപ്പോൾ അതാണ് പിതാവായ ദൈവത്തിൻ്റെ ചിത്രം എന്നുള്ള രീതിയിൽ ആധുനിക സമൂഹം, അവർ ആധുനികം എന്ന് പറയാൻ പറ്റില്ല, ആ കാലഘട്ടത്തിലെ ആധുനികം, അന്ന് നിക്കിയ സൂനഹദോസിൻ്റെ കാലത്ത് വരയ്ക്കപ്പെട്ടത്. അപ്പോൾ ഈ കോൺസ്റ്റന്റൈനെ കുറിച്ച് പറയുമ്പോൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹം ആരാധിച്ചിരുന്ന സൂര്യദേവനുമായിട്ടുള്ള ആരാധനയിൽ ഏറെ താതാമ്യമുള്ള സാമ്യമുള്ള അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മതമാണ് ക്രിസ്തുമതം എന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ടാണ് ഈ മതം സ്വീകരിച്ചതെന്ന് കൂടി ഇദ്ദേഹത്തിൻ്റെ ചരിത്രം വിവരിക്കുന്നുണ്ട്. അതായത് സൂര്യഭഗവാനെ ആരാധിക്കുന്ന, അതുപോലെ സൂര്യഭഗവാൻ എന്ന് പറയുന്ന ഇവൻ്റെ സൂര്യദേവന് ഒരു പുത്രനുണ്ട്, അപ്പോളോസ് എന്ന് പറയുന്ന, അതായത് ഈസിയൂസ് എന്നാണ് പറയുന്നത്. ഈസിയൂസ് എന്നും അത് ലോപിച്ച് ഇസൂസ് എന്നും എഴുതുന്ന ഒരു ദേവനുണ്ട്. അത് ഈ സൂര്യദേവൻ്റെ പുത്രനാണ്. അപ്പോൾ ക്രിസ്തീയത എന്ന് പറയുന്നത് ഈ സൂര്യഭഗവാന്റെ ഇവരുടെ ആരാധനയുമായിട്ട് വളരെ സാദൃശ്യമുള്ളതും അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായ ഒരു മതമാണ് എന്ന് കണ്ടാണ് ഈ മതത്തിലേക്ക് ചേർന്നതെന്ന് ഇയാളെക്കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ പിതാവ് പുത്രൻ എന്ന് പറയുന്ന ത്രിത്വ പദ്ധതിയുമായി ഇവർ വന്നപ്പോൾ ഇവിടെ എടുത്തത് ആരെയാണ്? ഇവർ ത്രിത്വമായി എടുത്തത് ആരെയാണ്? അത് സിയൂസിനെയും ഇസിയൂസ് എന്ന് പറയുന്ന ഈസൂസിനെയുമാണ് എന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ പുത്രൻ ഈസൂസ്
എന്ന് പറയുന്ന, അതായത് ഇസിയൂസിൻ്റെ ലോപിച്ചുള്ള പേരായ ഈസൂസ് എന്ന് പറയുന്ന ഈ പുത്രനെയാണ് നമ്മുടെ യേശുവായിട്ട് ഇയാൾ പരിഗണിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കണം, നാമത്തിന് പരിഭാഷയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവർ പരിഭാഷ ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് ആളുകളെല്ലാം പറഞ്ഞു നടക്കുന്നത് പോലെ യേശുവ എന്ന നാമത്തിൻ്റെ പരിഭാഷകളാണ് ഈ പറയുന്ന ജീസസും ഈശോയും ഒക്കെ എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ യേശുവ എന്നുള്ള പേരിൻ്റെ പരിഭാഷയായിട്ടല്ല ഈ നാമങ്ങളെല്ലാം വന്നത്, മറിച്ച് ഈസൂസ് എന്ന് പറയുന്ന ദേവൻ്റെ ഇവൻ കണ്ടെത്തിയ കോൺസ്റ്റന്റൈൻ്റെ ദേവൻ്റെ ആ പേരാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പരിഭാഷയുമല്ല അത് സംഭവിച്ചത്, അതിന് എഴുതിയപ്പോൾ വന്ന സ്പെല്ലിങ്ങിലുണ്ടായ മാറ്റമാണ്. അത് കൃത്യമായിട്ട് പറയാം. ഈസൂസ് എന്നുള്ളതിന് സ്പെല്ലിങ് IESUS ഇതാണ്. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉള്ള സ്പെല്ലിങ് ഇങ്ങനെയാണ്, IESUS. അതാണ് ഈസൂസ് ഉള്ള അതിൻ്റെ സ്പെല്ലിങ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷയിൽ ജെ എന്ന അക്ഷരം വന്നിട്ട് 500 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ജെ എന്ന് പറയുന്ന അക്ഷരം ഇല്ലായിരുന്നു. ജർമ്മൻ ഭാഷയിൽ ജെ എന്ന് പറയുമ്പോൾ അതിന് യോർട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റു പല ഭാഷകളിലും അതിന് വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നതെങ്കിൽ പോലും ഇംഗ്ലീഷിൽ അതിന് ജെ എന്ന് പറയും. ജെ എന്ന് പറയുന്ന അക്ഷരം അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ജെ എന്ന അക്ഷരം കണ്ടുപിടിച്ചപ്പോൾ അന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പേരുകൾക്കും പലതിനും ഈ ജെ ചേർക്കാനായിട്ട് നിർബന്ധിതരാകുകയും പലതും അടിസ്ഥാനരഹിതമായി പലതിനും കൊണ്ടുവന്ന് ജെ ഇടുകയും ചെയ്തു. അതിന് ഇവർ തിരഞ്ഞെടുത്തത്, ഇപ്പോൾ ജെ എ എന്ന് എഴുതിയ ജ എന്നാണ് വായിക്കണമെങ്കിലും യ എന്ന് മറ്റ് പല ഭാഷകളിലും യ എന്നാണ് അത് വായിക്കുന്നത്. എന്നതുപോലെ ജ എന്ന സ്വരം വരാതെ യ എന്ന സ്വരമാണ് പല ഭാഷകളിലും വരുന്നത്. ഇവിടെ ഈസൂസ് എന്നുള്ള ഇതിന് IESUS ആയതുകൊണ്ട് ഈ I, Y തുടങ്ങിയ അക്ഷരങ്ങൾ, Y എന്ന് പറയുന്ന അക്ഷരവും I എന്ന് പറയുന്ന അക്ഷരവും എവിടെയെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം പകരക്കാരനായി ജെ സ്ഥാപിക്കപ്പെട്ടു. ഇവിടെയാണ് കൗശലം. അങ്ങനെയാണ് യാക്കോബ് ജേക്കബായതും ഈ വൈ കൂട്ടിയുള്ള എല്ലാ ഇതിനും ജെ വന്ന് യോഹന്നാൻ എങ്ങനെ ജോണായി മാറിയതിൻ്റെ പിന്നിലെ കഥയും ജോന ആയതും, അതുപോലെ ഇത്തരം അതായത് വയ്യോ അയ്യോ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ജെ കൊണ്ടുപോയിട്ട് കാണിച്ച കുതന്ത്രമാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? IESUS എന്നുള്ള ആ പേരിന് പകരം അത് JESUS ആയി. അങ്ങനെ അത് പലരും പല ഭാഷകളിലും വിളിച്ചവർ പല പല രീതിയിൽ വിളിച്ചു. കാരണം ഇംഗ്ലീഷിൽ അതിന് ജീസസ് എന്ന് വിളിക്കും, JESUS ജീസസ്. അതേസമയം അതേപോലെ എഴുതിയാലും ജർമ്മനിലോ അതുപോലെയുള്ള യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലോ ഉള്ള ഭാഷയിൽ ഇ എന്ന് ഇംഗ്ലീഷിലെ അക്ഷരത്തിന് എ എന്ന ശബ്ദമാണ് ഉള്ളത്. അതുകൊണ്ട് അത് ജേസൂസ് എന്ന് വായിക്കും. ചിലരത് യേസൂസ് എന്ന് വായിക്കും. ജെക്ക് ശബ്ദം കൊടുക്കാതെ യേസൂസ് എന്ന് വായിക്കും. അങ്ങനെയാണ് ജീസസും യേശുവും യേസൂസും ഉണ്ടായത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ യേശുവ എന്നുള്ള നാമത്തെ തൊട്ടിട്ടില്ല. ആ നാമത്തെ ഒഴിവാക്കി കളഞ്ഞു. പകരം ഇവർ സ്ഥാപിച്ച ത്രിത്വത്തിലെ രണ്ടാമനായ ഈസൂസിന് ഈസൂസിൻ്റെ പേരിൽ ജെ ചേർത്ത് വന്നപ്പോൾ ഉച്ചാരണം പലയിടത്തും മാറി. ആ പേരിൻ്റെ ഉച്ചാരണം ചിലയിടത്ത് ജീസസ് എന്നായെങ്കിൽ ചിലയിടത്ത് ജേസൂസെന്നും ചിലയിടത്ത് യേശൂസെന്നും ചിലയിടത്ത് യേശു എന്നൊക്കെയായി. അങ്ങനെ പോർച്ചുഗീസ്, സ്പാനിഷ്, അങ്ങനെ വിവിധ ഭാഷകളിൽ
അവരുടെ ഉച്ചാരണം വന്ന് ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യം കിട്ടിയത് യേസൂസ് എന്നുള്ള അറിവാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുറിയാനി ഭാഷയിൽ ഇതെന്താണ്? സുറിയാനി ഭാഷയിൽ ഈശോ എന്നാണെന്ന് പല ആളുകളും പറഞ്ഞു നടക്കുന്നത് ശുദ്ധ അസംബന്ധമാണ്. സുറിയാനി ഭാഷയിൽ അവർ വിളിക്കുന്നത് യേസു ആ എന്നാണ്. യേസു എന്നെഴുതിയിട്ട് യേശു എന്ന് എഴുതിയതിന് ശേഷം ഒരു ആ ഇടുകയാണ്. അതായത് അറബികളിൽ ഇങ്ങനെ അറബി ഭാഷയിൽ ചില സ്ഥലത്ത് ചില വാക്കുകൾ കഴിഞ്ഞിട്ട് ആ എന്ന് എക്സ്ട്രാ എഴുതി ചേർക്കുന്ന പോലെ അത് വിട്ടു നിൽക്കുന്ന സ്വരം വിട്ടു നിൽക്കുകയും എന്നാൽ ചേർത്ത് വയ്ക്കുന്ന അക്ഷരം ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതി, അതായത് യേശു ആ എന്നാണ് സുറിയാനിയിലെ യഥാർത്ഥത്തിലുള്ള ഈ യേശുവായ്ക്ക് ഇവർ വിളിക്കുന്ന പേര്. അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നോക്കിയാൽ അതിനകത്ത് വരും. ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഇതിനകത്ത് അത് ഇവിടെ സുറിയാനിയിൽ എഴുതി ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. അത് അതിൻ്റെ ഉച്ചാരണം എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. എന്നാൽ ഈ യേശു ആ എന്നുള്ളതാണ് എന്ന് അറിയണമെങ്കിൽ ഇന്ന് സുറിയാനി അറിയാവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് ചോദിച്ചാൽ മതി. ഇനി ഈ ഈശോ എന്ന് ഓർത്തഡോക്സുകാരോ യാക്കോബയക്കാരോ വിളിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാലും മതി. അപ്പോൾ ഈശോ എവിടെ നിന്ന് എത്തിയെന്നും കൂടെ നമുക്ക് പഠിക്കാം. അപ്പം യേശു എന്ന് ആണ് ഇവർ കേരളത്തിലെ സുറിയാനികളും, കേരളത്തിലെ സുറിയാനി എന്ന് പറഞ്ഞാൽ യാക്കോബയ സുറിയാനി വിഭാഗങ്ങളും അതുപോലെ തന്നെ യാക്കോബയ ഓർത്തഡോക്സ് വിഭാഗവും ഒക്കെ പറയുന്നത് യേശു എന്നാണ്. അത് യേശുവ എന്നാണ് സുറിയാനി ഭാഷയിൽ അതിന് യഥാർത്ഥത്തിൽ ഉള്ളത്. അതിന് അവരാരും ഈശോ എന്ന് വിളിക്കാറില്ല ഈ പറഞ്ഞ ആളുകളൊന്നും. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അതിനറിയണമെങ്കിൽ നിങ്ങൾ മലയാളത്തിലെ ഡിക്ഷണറി പരിശോധിച്ചാൽ DC ബുക്സിൻ്റെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു കിട്ടും. ആ നിഘണ്ടുവിൽ ഈ അവസാനത്തെ ചില പേജുകളിലായിട്ട് മലയാളികൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിദേശ പദങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പല പദങ്ങളും ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഏറ്റവും സ്ഥിരമായിട്ട് എല്ലാ ദിവസവും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുന്ന പദമാണ് നമ്മുടെ പോർച്ചുഗീസ് എന്ന് പറയുന്ന ഭാഷ. പോർച്ചുഗീസ് ഭാഷയിലെ പല വാക്കുകളുമാണ് ഇന്ന് പലതും കോമൺ ആയിട്ട് മലയാളികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. വരാന്ത എന്ന് പറയുന്നത്, അതുപോലെ ജനല, കട്ടിള, ഇതെല്ലാം പോർച്ചുഗീസ് ഭാഷയാണ്. അതുപോലെ സുറിയാനി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, അറബി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അത്തരത്തിലുള്ള ഭാഷകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമ്മൾ പരിശോധിച്ചാൽ ആ ഡിക്ഷണറിയിൽ മലയാളികൾ ഉപയോഗിക്കുന്ന ചില സുറിയാനി പദങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് യേശുവ എന്നുണ്ട്. അത് യേശുവായ്ക്ക് സുറിയാനി ഭാഷയിൽ വിളിക്കുന്ന സുറിയാനി ഭാഷ സംസാരിക്കുന്നവർ വിളിക്കുന്ന ഇതാണ്. അല്ലാതെ സുറിയാനി ഭാഷയിലേക്കുള്ള പരിഭാഷയൊന്നുമല്ല. യേശുവ എന്നുള്ള നാമത്തിനോ ഈ ഭൂമിയിലുള്ള ഒരു പേരിനോ പരിഭാഷകളില്ല. ഇത് പരിഭാഷയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. പരിഭാഷയല്ല, ഈ അക്ഷരത്തിലെ ഉച്ചാരണത്തിൽ വന്നിരിക്കുന്ന വ്യതിയാനമാണ്. ആ വ്യതിയാനം എന്ന് പറയുന്നത് പരിശുദ്ധമായ നാമത്തിൻ്റെ മേൽ വരാൻ പാടില്ലാത്തതാണ്. കാരണം എഴുത്തിൽ വന്ന സംഭവം, അതായത് ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷയിൽ വന്നപ്പോൾ ഗ്രീക്കിലേക്ക് മാറ്റുകയും, അത് ഗ്രീക്കിലേക്ക് മാറ്റിയതല്ല, കോൺസ്റ്റന്റൈൻ്റെ ദൈവമാക്കി അതിനെ മാറ്റിയപ്പോൾ ആ ദൈവത്തെ പരിഭാഷയല്ല, ആ ദൈവത്തെ മറ്റ് ഭാഷകളിലേക്ക് വിളിക്കാനായിട്ട് എഴുതി കൊടുത്തപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ വന്ന 500 വർഷം മുമ്പ് വന്ന ഒരു മാറ്റം എങ്ങനെ ബാധിച്ചു എന്നതാണ് ഇവിടെ സംഭവിച്ച ദുരന്തം. അതുകൊണ്ട് യേശുവും ജീസസും ഒന്നും നമ്മുടെ ദൈവമായ യേശുവായുടെ പേരല്ല. അത് കോൺസ്റ്റന്റൈൻ്റെ ദൈവമായ സൂര്യഭഗവാന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ യുവസൂര്യഭഗവാൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ യുവസൂര്യഭഗവാന്റെ പേര് മറ്റ് ഭാഷകളിലേക്ക് അതിൻ്റെ ലിപി മാറ്റം വരുത്തിയപ്പോൾ
ഉണ്ടായ സംഭവമാണ്. അതുകൊണ്ട് ആരെങ്കിലും യേശുവായ്ക്ക് പകരമായിട്ട് ജീസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, അത് തെറ്റാണ്. യേശുവായ്ക്ക് പകരം യേശുവ മാത്രമേ ഉള്ളൂ. യേശുവ എന്നുള്ള നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത് നാമത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും, ഈ നാമം നാമത്തിൻ്റെ പ്രാധാന്യം ബൈബിൾ പരമായിട്ടും നമ്മുടെ ആത്മീയപരമായിട്ടുള്ള പ്രാധാന്യം മാത്രമല്ല, ഇനി ദൈവത്തിൻ്റെ മുമ്പിലുള്ള പ്രാധാന്യവും മാത്രമല്ല, മാനുഷികമായി അതായത് ലോക ക്രമപ്രകാരം ഈ പേരുകൾക്ക് പ്രാധാന്യമുണ്ടോ, ആ വിഷയവും കൂടിയാണ് നാം ഇനി അടുത്ത ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്, ഇത് പറഞ്ഞ് പൂർത്തിയാക്കി ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കി വെച്ചാൽ നമ്മൾ ഒരു ചുരുക്കം ഇങ്ങനെയാണ്. യേശുവ എന്നുള്ള നാമം മാറ്റിമറിക്കപ്പെട്ടത് AD 313-നും 325-26 ഇടയിലുള്ള ആ കാലഘട്ടത്തിലാണ്. അവിടെ 325 നിക്കിയ സൂനോദോസ് കൊണ്ടുവന്ന് ത്രിത്വം കൊണ്ടുവരികയും ഈ ത്രിത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് നമ്മുടെ സൈന്യങ്ങളുടെ ദൈവമായ യാഹ്വേയ്ക്ക് പകരം സിയൂസിനെയും ഇസിയൂസിനെയും സ്ഥാപിച്ചുകൊണ്ട് ഉള്ള ക്രമീകരണം നടത്തുകയും ചെയ്യപ്പോൾ സംഭവിച്ച ദുരന്തമാണ്. അത് ഈ പിതാവായ ദൈവത്തിൻ്റെ ചിത്രം നമ്മൾ ആ പൗരസ്ത്യ ദേശക്കാരെല്ലാം വരച്ചു കൂട്ടി വച്ചേക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആ പൗരസ്ത്യ ദേശക്കാരുടെ ആ ചിത്രവും BC 1500 സിയൂസിൻ്റെതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മാർബിൾ പ്രതിമയുടെ രൂപവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ യാഹ്വേയുടെ പകരക്കാരനായിട്ട് ഈ ഒരു പടുവൃദ്ധനായ ഒരു രൂപത്തെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതെന്ന് മനസ്സിലാവും. അതിനുശേഷം ഇവരുടെ സങ്കല്പപ്രകാരം, ഇവരുടെ ആചാരപ്രകാരവും ഇവരുടെ മതവിശ്വാസപ്രകാരവും തുടർന്നു പോന്നിരുന്ന സൂര്യാരാധനയുടെ ഭാഗമായി സൂര്യൻ്റെ പുത്രനായി കൊണ്ടുവന്ന ഈസിയൂസ് എന്ന് പറയുന്ന ഈസൂസിന് നാമം മറ്റു ഭാഷകളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ സംഭവിച്ച ഈ ജീസസും ഇതെല്ലാം ചേർത്ത് വെച്ച ഒരു സംഭവമാണ് ഈ ത്രിത്വത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന കെണിയിലൂടെ നാമത്തിലേക്ക് ആ കെണി വ്യാപിച്ചപ്പോൾ ഉണ്ടായ ദുരന്തം. ത്രിത്വം എന്ന ഈ നിക്കിയ കുതന്ത്രത്തിൽ നിക്കിയ സൂനോദോസ് അഥവാ ഇവരുടെ ഈ സൂനോദോസ്, നൈസിയ അല്ലെങ്കിൽ നിക്കിയ എന്ന് പറയുന്ന ഈ സൂനോദോസ് കോൺസ്റ്റൻറ്റൈൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമാണ്. കോൺസ്റ്റൻറ്റൈൻ സ്പോൺസർ ചെയ്ത, കോൺസ്റ്റൻറ്റൈൻ വിളിച്ചു ചേർത്ത, കോൺസ്റ്റൻറ്റൈൻ്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർക്കപ്പെട്ട കോൺസ്റ്റൻറ്റൈൻ്റെ നോമിനികൾ അതിൽ അംഗങ്ങളായിട്ടുള്ള ഈ സൂനോദോസിൽ വെച്ച് ചർച്ച ചെയ്ത് വിശ്വാസികളുടെ തലയിൽ കെട്ടിവെച്ച ത്രിത്വത്തെക്കുറിച്ചുള്ള ദൈവവചന വിരുദ്ധമായ ആശയങ്ങളെ പിന്നീട് കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ഈ ദേവനുമായിട്ടുള്ള കോൺസ്റ്റൻറ്റൈന് ഈ ദേവനോടുള്ള അമിതമായ താല്പര്യം, സൂര്യദേവനോടുള്ള അമിതമായ താല്പര്യവും ആ ദേവനെ എങ്ങനെയെങ്കിലും അവതരിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു മതമാണ് ക്രിസ്തുമതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് യേശുവ പറഞ്ഞപ്പോൾ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്നുള്ള ആ അവസ്ഥയും ത്രിത്വത്തെക്കുറിച്ചുള്ള സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു മതം ആണ് ക്രിസ്തുമതം എന്ന യാഥാർത്ഥ്യം ഇയാൾ തിരിച്ചറിഞ്ഞു. കാരണം ക്രിസ്തുമതത്തിൽ ത്രിത്വമുണ്ട്, ത്രിത്വമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ത്രിത്വമുണ്ട്. ആ ത്രിത്വം എന്താണ് എന്നുള്ളതാണ് വിഷയം. അത് 3 ആളുകളാക്കി മാറ്റിയത് നിക്കിയ സൂനോദോസിലാണ്. അതിനു മുമ്പ് ത്രിത്വം എന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനും ത്രിത്വമാണ്. ആ ത്രിത്വം എന്ന് പറയുന്നത് ശരീരവും ആത്മാവും മനസ്സുമാണ് എന്നുള്ള സത്യത്തിൽ നിന്ന് വ്യതിചരിച്ച് 3 ആളുകളാക്കി മാറ്റിയത് നിക്കിയ അഥവാ നൈസിയ സൂനോദോസിലാണ്. ആ സൂനോദോസിൻ്റെ ചുവട് പിടിച്ചാണ് യേശുവായുടെ നാമത്തിൽ യേശുവായെയും യാഹ്വേയെയും തന്നെ മാറ്റിക്കളഞ്ഞത്. അതിന് കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന മനുഷ്യന് ഹെബ്രായ വിരോധം, കടുത്ത ഹെബ്രായ വിരോധിയായ, ഗ്രീക്കുകാർക്കുണ്ടായി പൊതുവേ ഉള്ള ഹെബ്രായ വിരോധം, ആ വിരോധം അതിശക്തമായി മൂർച്ഛിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിലുള്ള
ബൈബിളിലുള്ള പേരുകൾ മാത്രം, കാരണം ബൈബിളിൽ അല്ലാത്തത് മുഴുവൻ തിരുത്താനായിട്ട് ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് അതിൻ്റെ എഴുതി വെച്ച ആളുകൾ, അതായത് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ മത്തായി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ അവരാരും ഗ്രീക്കിൽ എഴുതി വെച്ച് സാഹസം കാണിച്ച ആളുകളല്ല. കാരണം ഗ്രീക്ക് ഭാഷ അറിയാവുന്ന ആളുകളല്ല അത് എഴുതിയത്. യഹൂദനായ മത്തായി, എല്ലാവരും യഹൂദരാണ്. മാത്രമല്ല അവർ യഹൂദരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഏതായാലും ഹെബ്രായ ഭാഷയിലോ അരമായ ഭാഷയിലോ അല്ലാതെ അവർ ഒന്നും എഴുതാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെ അത് ഗ്രീക്കിൽ മാത്രമേ ഈ പുസ്തകങ്ങൾ കിട്ടുകയുള്ളൂ എന്നതിൻ്റെ കാരണം ബാക്കി പുസ്തകങ്ങളെല്ലാം കോൺസ്റ്റൻറ്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തിക്കുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞതാണ്. പകരം അതെല്ലാം ഗ്രീക്കിലേക്ക് പരിവർത്തനം ചെയ്തു എന്നതാണ് വസ്തുത. അങ്ങനെയാണ് കർത്താവ് എന്ന ഒരു ദുരന്ത കഥാപാത്രത്തെ ബൈബിളിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. അതിലൂടെ വന്ന ദുരന്തമാണ് യേശുവായുടെ പേരിനെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെയും യാഹ്വേയുടെ പേരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞതും. ഇവിടെ ഈ കർത്താവ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ആർക്കും മനസ്സിലാവില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തതിലൂടെ വന്നു ഭവിച്ച വലിയൊരു ദുരന്തമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, യാഹ്വേ എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഭാഗത്തും കർത്താവ് കൊണ്ടുപോയി സ്ഥാപിച്ചു. ഇനി യാഹ്വേക്ക് വിശേഷണമായി ഉപയോഗിക്കുന്ന ചില ദൈവത്തിന് പകരം എന്ന് പറയുന്ന രീതിയിൽ വയ്ക്കുന്ന പദങ്ങളുണ്ട്. അത് ഏലി, എലോഹിം, പിന്നെ എൽ ഷദായ് തുടങ്ങിയ പദങ്ങളുണ്ട്. അതുപോലെ അഡോനായ് എന്ന് പറയുന്ന നാഥൻ എന്ന് വിളിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. നാഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പദങ്ങൾക്കും പകരമായി അവിടെയും കർത്താവ് സ്ഥാപിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പുരാതന ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, അതായത് മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ, അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ഏതിനൊക്കെയാണെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയിലാണ് മലയാളം ബൈബിളിൽ പരിഭാഷ ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും കർത്താവ് കാണാം. എന്നാൽ ഈ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് യാഹ്വേ എന്ന പദത്തിന് പേരിന് പകരം മാത്രമല്ല, ദൈവത്തിൻ്റെ പദവിക്കും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ദൈവം എന്ന് എല്ലാ ഭാഷകളിലും ഒരു വാക്കുണ്ട്. ദൈവം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുണ്ട്. ആ വാക്ക് മലയാളത്തിൽ ദൈവമാണെങ്കിൽ ഇംഗ്ലീഷിൽ ഗോഡാണ്, ജർമ്മൻ ഭാഷയിൽ ഗോട്ട് ആണ്. അതുപോലെ ഓരോരോ ഭാഷകളിലും വ്യത്യസ്തമായ ഇതാണ്. അതെല്ലാം വിശദീകരിച്ച് തരാം. ഏതൊക്കെ ഭാഷകളിൽ ദൈവത്തിന് എല്ലായിടത്തും ഒരു വാക്ക് മാത്രമേ ഉള്ളൂ ഈ ദൈവം എന്ന് സൂചിപ്പിക്കാൻ. മലയാളത്തിൽ അതിന് ദൈവം എന്നല്ലാതെ മറ്റൊരു വാക്കും ദൈവത്തിന് പകരം വയ്ക്കാനായിട്ടുള്ള ദൈവം എന്ന അർത്ഥം വരുന്ന പൂർണ്ണമായ രീതിയിലുള്ള അർത്ഥം വരുന്ന വേറൊരു വാക്കുമില്ല. ഹിന്ദിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദിയിൽ യഥാർത്ഥത്തിൽ ദൈവം എന്നതിന് യഥാർത്ഥത്തിൽ ഒരു വാക്കില്ല എന്നുള്ളതാണ് വസ്തുത. അതിനകത്ത് അവിടെ ഉപയോഗിക്കുന്നതൊക്കെ വ്യാജദേവന്മാരുടെ പേര് പകരമായിട്ട് ഉപയോഗിക്കുന്നു. അതിൻ്റെ ഉദാഹരണം പരമേശ്വരൻ എന്നാണ് കൂടുതലും ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശിവൻ എന്ന് പറയുന്ന ഒരു പൈശാചിക മൂർത്തിയുടെ പേരാണ്. ആ പേര് ദൈവം എന്നതിന് പകരമായിട്ട് ഇവരുപയോഗിക്കുന്നു. അതുപോലെ മറ്റൊന്നാണ് ഈശ്വരൻ എന്നുള്ള വാക്ക്. ഈശ്വരൻ എന്നുള്ളത് ശിവൻ്റെ ഒരു പര്യായ പദമാണ്, അല്ലാതെ ദൈവം എന്നർത്ഥമുള്ളതല്ല. ഇനി ഈശ്വരനെ ഹിന്ദുക്കൾ ദൈവമായി പരിഗണിക്കുന്നത് കൊണ്ട് അവർ പല നിഘണ്ടുകളിലും ഡിക്ഷണറികളിലും അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പരിഭാഷയായിട്ട് അതിനെ ഈശ്വരനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ശിവൻ എന്നാണ്. അതുപോലെ ഈശൻ എന്നതും ശിവൻ എന്നാണ്. ഈശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർവതിയുടെ പേരാണ്. മഹേശ്വരൻ എന്ന് പറയുന്നതും പരമേശ്വരൻ എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും ഈശൻ എന്ന് പറയുന്നതുമൊക്കെ ശിവൻ്റെ പര്യായ പദങ്ങളാണ്, അല്ലാതെ ദൈവം എന്ന് അർത്ഥം വരുന്ന പേരല്ല, ദൈവം എന്ന അർത്ഥം വരുന്ന വാക്കല്ല. ആ കാര്യം നമ്മൾ ഗൗരവമായിട്ട് ഈ വിഷയത്തോട് ചേർത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് ഇതിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ സംഭവിച്ചത്, ഈ ദൈവം എന്ന നാമത്തിന് ഹെബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്ന ഏൽ എന്നത് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉയരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ എൽ ഷദായ്
എലോഹീം, എലോയ്, ഏലി ഈ വാക്കുകളൊക്കെ അവിടെ ഉപയോഗിക്കുന്നില്ലേ എന്ന് ചോദിക്കാം. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഹെബ്രായ ഭാഷയ്ക്കും മലയാള ഭാഷയ്ക്കും തമ്മിൽ ചെറിയ സാമ്യമൊക്കെ ഉണ്ട് ആ കാര്യത്തിൽ. അതായത് ദൈവം എന്ന് ഉപയോഗിക്കുന്ന നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവം എന്ന് ഉപയോഗിക്കും. എന്നാൽ ദൈവത്തിൻ്റെ എന്ന് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുമ്പോൾ ദൈവ എന്ന് കഴിഞ്ഞിട്ട് തിൻ്റെ എന്ന് ചേർക്കും. അത് വായിക്കുമ്പം ദൈവം എന്നാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ മറ്റു ഭാഷകൾ അറിയത്തില്ലാത്ത ആൾ വായിച്ചാൽ ദൈവത്തിൻ്റെ എന്നാണ് അവിടെ വായിക്കുന്നത്. അതുപോലെ ദൈവത്താൽ, ദൈവവുമായി ഇതെല്ലാം ഒറ്റ വാക്കായിട്ട് ഒരു വാക്കായിട്ട് എഴുതാൻ കഴിയും. ദൈവവുമായി, ദൈവത്തിൻ്റെ, ദൈവത്തോട്, ദൈവത്താൽ ഇതെല്ലാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ദൈവം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അത് പ്രയോഗത്തിൽ വരുമ്പോൾ, ഒരു വാചകത്തിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കപ്പെടുന്ന അതിനുള്ള ഒരു വാക്കുകൾ മാത്രമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വിഷയം നമുക്ക് ഏൽ എന്നുള്ളതിൻ്റെ മാറ്റം വരുന്നത്. അത് വ്യക്തമാക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. ബൈബിളിൽ ഇപ്രകാരമാണ് അത് വായിക്കുന്നത്: അവൻ അവിടെ ഒരു ബലിപീഠം പണിതു, അതിന് ഏൽ എലോഹേ ഇസ്രായേൽ എന്ന് പേരിട്ടു. അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതപ്പോൾ അതിന് ഇട്ട പേരാണ്, യാക്കോബ് ഇട്ട പേരാണ്. യാക്കോബ് ഒരു ബലിപീഠം പണിതതിന് ശേഷം ഇട്ട പേരാണ്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഏൽ എലോഹൈ ഇസ്രായേൽ. അപ്പം ഏൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവം എന്ന പദത്തെ. എലോഹൈ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ബൈബിളിൻ്റെ വിശദീകരണം, അതിൻ്റെ അർത്ഥം എഴുതിയിരിക്കുന്നത് POC ബൈബിളിൻ്റെ താഴെ കാണാം. ഏൽ എലോഹൈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവം എന്നാണ്. അപ്പോൾ എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിച്ചത്? ഇസ്രായേൽ എന്നുള്ളത് അങ്ങ് മാറ്റിവെക്കാം. അപ്പം ദൈവമായ ദൈവം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഏൽ എലോഹൈ. അപ്പം ഏൽ എന്നുള്ളത് ദൈവം. അപ്പോൾ എലോഹൈ എന്തായിരിക്കും? ദൈവമായ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച പദമാണ് എലോഹൈ. അതുപോലെ തന്നെയാണ് എലോഹീം, എലോഹൈ, എൽഷദായ് ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം ഈ ദൈവവുമായി ചേർത്ത് വെച്ച്, ദൈവവുമായി എന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്നോ ദൈവത്തോട് എന്നോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വരുന്ന മാറ്റമാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ ഏൽ എന്നതാണ് ദൈവം എന്നതിന് ഹെബ്രായ ഭാഷയിൽ ഉള്ളത്. ഇത് നമുക്ക് പരിഭാഷ ചെയ്യുന്നത് തെറ്റല്ല. അതിൻ്റെ കാരണം അത് ഒരു പേരല്ല, പദവിയാണ്. ഇപ്പോൾ രാജാവ് എന്നുള്ളത് നമുക്ക് ഏത് ഭാഷയിലേക്കും പരിഭാഷ ചെയ്യാം. രാജാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പം കിങ് എന്ന് പറയും. മറ്റു ഭാഷകളിൽ വ്യത്യസ്തമായ പേരുകളുണ്ട്. അപ്പോൾ അത് ആ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഉപയോഗിക്കാൻ, ദൈവം എന്നതിന് ഉപയോഗിക്കാം. പ്രധാനമന്ത്രി അതൊരു പദവിയാണ്. അത് ആ പദവിക്ക് അതിന് മുഖ്യമന്ത്രി, അതിപ്പം ഇംഗ്ലീഷിൽ ചീഫ് മിനിസ്റ്റർ എന്ന് പറയാം. പ്രധാനമന്ത്രിയെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയാം. പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രപതി എന്നോ അങ്ങനെയൊക്കെയുള്ള ഓരോ ഏത് ഇതിനും അങ്ങനെയുള്ള പദവികൾക്ക് പരിഭാഷയുണ്ട്. പക്ഷേ പദവികളിൽ ഇരിക്കുന്ന വ്യക്തി എന്നത് ഒരു പേരാണ്. ദൈവം എന്നതൊരു പദവിയാണെങ്കിൽ ആ പദവി വഹിക്കുന്ന വ്യക്തി ആരാണ്? അതാണ് യാഹ്വേ, ഏകസത്യദൈവമായ യാഹ്വേ. യാഹ്വേ എന്നത് പേരാണ്. അവിടെ ഏത് ഏൽ എന്നുള്ളത് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ ദൈവമായ യാഹ്വേ, യാഹ്വേ എന്നുള്ള വാക്കിനെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതിന് മാറ്റാൻ കഴിയില്ല. കാരണം അത് പേരാണ്. അത് ഭൂമിയിൽ ഒരിടത്തും ഒരു മനുഷ്യനും ആ പേര് മാറ്റാനുള്ള അധികാരമില്ല. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ പേരിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഏകദേശം ഒരു സംക്ഷിപ്ത രൂപം മനസ്സിലായി എന്ന് ധരിക്കുന്നു. എങ്ങനെയാണ്
യേശുവ എന്നുള്ള നാമവും യാഹു എന്നുള്ള നാമവും മാറ്റപ്പെടാനുണ്ടായ കാരണം അത് കോൺസ്റ്റന്റൈൻ വന്ന് നടത്തിയ ഒരു തിരിമറിയാണെന്നും, എന്നാൽ യഥാർത്ഥത്തിൽ യേശുവ എന്നുള്ള നാമം അല്ല ഇവിടെ ആളുകൾ പരിഭാഷപ്പെടുത്തി വിളിക്കുന്നതെന്നും അത് സൂര്യഭഗവാന്റെ പേരാണെന്നും, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾ ഈ പേര് പറയുമ്പോൾ ഞാൻ ആ പേരിനോട് ഒരു ബഹുമാനവും കൊടുക്കാത്തതെന്നും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. കാരണം ജീസസ് എന്നോ യേശു എന്നോ ഈശോ എന്നോ യേസൂസ് എന്നോ പറഞ്ഞാൽ അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം അത് യേശുവായുമായി ബന്ധപ്പെട്ടതല്ല, യേശുവായുടെ പകരം വയ്ക്കുന്ന പേരുമല്ല. ഇത് സിയൂസിൻ്റെ പുത്രൻ ഈസൂസിന് നൽകപ്പെട്ടിരിക്കുന്ന പേരും അതിൻ്റെ പരിഭാഷകളുമാണ്. അതുകൊണ്ട് ഞാൻ അതിനെ ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അനാദരിക്കുന്നത് കൊണ്ട് അതെന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ ദൈവം യാഹുവെ അവിടുത്തെ നാമം വെളിപ്പെടുത്തിയപ്പോൾ എന്തു പറഞ്ഞുവെന്നും അവിടുന്ന് നാമത്തോട് എങ്ങനെയാണ് നാമത്തെക്കുറിച്ച് കാണുന്നതെന്നും നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കുന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കാതെ ഇവിടെ ഈ വിഷയത്തിൻ്റെ ഈ സെക്ഷൻ, ഈ ഒരു ചെറിയ ഭാഗം ഇവിടെ ഉപസംഹരിക്കുകയാണ്. എന്നും ജീവിക്കുന്നവനും വീണ്ടും വരാനിരിക്കുന്നവനും ഏക സത്യ ദൈവവുമായ യേശുവായുടെ അതിവിശുദ്ധ നാമത്തിൽ അഭിവാദനങ്ങൾ, സ്നേഹവന്ദനങ്ങൾ.